എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇതുവരെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്നത്? ഒന്നാമത്തെ കേസ്, ഒരു സ്പിരിച്വൽ ലീഡർ എന്നുള്ളൊരു നിലയിലേക്ക് വളരാനായിട്ട് ഞാൻ ഇതുവരെ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ ആത്മീയത എന്ന് പറയുന്നത് അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതോ അതിനു വേണ്ടി ഹിമാലയത്തിൽ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ആളൊന്നും അല്ല ഞാൻ. മനസ്സിലായോ? ഇത് നാച്ചുറലി ഉള്ള ഒരു കാര്യമാണ്. അത് സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. പ്രത്യേകിച്ച് എനിക്കൊക്കെ പ്രവർജ്യ യോഗവും കൂടെ ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും ആത്മീയ അന്വേഷണം ഉണ്ട്, ആത്മീയതയുമായിട്ടുള്ള ജീവിതമാണ്. അതിൽ നിന്നും ഓടി കളിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മളുടേതായ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനെ ബാലൻസ് ചെയ്തും കൊണ്ടുപോകുന്നു. അതാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. എനിക്ക് എൻ്റെ ജോലിയുണ്ട്, അതെൻ്റെ വഴിക്ക് പോകുന്നു. അറ്റ് ദ സെയിം ടൈം സ്പിരിച്വലി ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്, അതും ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ പ്രവർജ്യ യോഗമുള്ള ആളുകൾക്ക് അതിൽ നിന്നും ഓടി കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു യോഗം ഉണ്ട് എന്ന് വിചാരിച്ച് ഒരു സന്യാസിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് പറയാം. ഒരു സെമി സന്യാസി എന്നോ ഒക്കെ പറയാം. എന്നാൽ ഒരു മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ ഇമോഷൻസും, വിഷമവും സങ്കടവും കരച്ചിലും ഒക്കെ ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു നേതാവ്, ഒരു സ്പിരിച്വൽ ലീഡർ എന്നുള്ള തലത്തിലേക്കൊന്നും എത്തിപ്പോകണം, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ആവണമെന്നും ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല, ഓണസ്റ്റ്ലി. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ഈശ്വരനൊരു നിയോഗമുണ്ട്. ഇന്ന ആൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളത്. അപ്പം പോകുന്ന വഴി എന്താ പറയുക, പറഞ്ഞു കൊടുക്കുന്ന വഴി പോയില്ലെങ്കിൽ പോണ വഴി അടിക്കാമെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം. അതാണ് എനിക്കൊക്കെ പറ്റിയത്. ഒരു 18 വയസ്സിലത്തെ കേസ് ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്തെ അറിയാമായിരുന്നു ഒരു സ്പിരിച്വൽ ലൈഫാണ് എന്നുള്ളത്. പക്ഷെ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്പിരിച്വൽ ലൈഫ് എനിക്ക് പറ്റിയ കാര്യങ്ങളുള്ള ചേട്ടാ, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വഴിക്ക് പോയി. എന്നാൽ കാലചക്രം തിരിയും തോറും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ട്രാൻസ്ഫർമേഷനിലേക്ക് കടന്നു വന്നു. അതിപ്പോൾ വ്യക്തി ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചസ് എനിക്ക് ഉണ്ടാക്കിയത്. എസ്പെഷ്യലി വിവാഹ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായി. നമ്മൾ വളരെ കോപ്പറേറ്റീവായിട്ട് സപ്പോർട്ടീവായിട്ടുള്ള പാർട്ട്ണറായിരുന്നു എങ്കിൽ പോലും സർട്ടൻ സ്റ്റേജ് അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽറ്റീസ് നന്നായിട്ട് നേരിട്ടു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഇരിക്കും. ചേട്ടാ, നമ്മുടെ ഭാഗം എല്ലാം പെർഫെക്റ്റ് ആണല്ലോ, കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനത്തെ തിരിച്ചടികൾ എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കും. ആ ചിന്തയുടെ അവസാനം പോയി നിൽക്കുന്നത് പലപ്പോഴും ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ ഉണ്ടോ. അപ്പോൾ ഞാൻ PhD എടുത്തു, അവിടെ പഠിപ്പിക്കുന്നു, അവിടെ അധ്യാപികയാവുന്നു, അവിടുത്തെ PR ഉണ്ട്. അവിടെ എന്താ പറയുക, നമ്മുടെ ഇവിടുന്ന് ആളുകളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പോൾ എബ്രോഡ് പോയിട്ട് പോലും PR കിട്ടാത്ത എന്തോരം ആളുകളുണ്ട്. അവിടുത്തെ ഭാഷ പഠിക്കണം, അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന പഠിച്ച് പാസ്സാവണം. ഇതൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് അവിടുത്തെ ഒരു PR ഒക്കെ കിട്ടുന്നത്. അപ്പോൾ സാധാരണ ആളുകളെ പോലെ ഞാൻ ചിന്തിച്ചു, ഓക്കെ, ഞാൻ കൺസൾട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്, എനിക്ക് വരുന്ന ആളുകൾക്ക് അത് എൻ്റെ സമയം പോലെയാണ്, അല്ലാതെ അതിന് വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, പബ്ലിഷിംഗ് ഹൗസ്, അതിനിടയ്ക്ക് കിട്ടുന്ന സമയത്താണ് ഞാൻ കൺസൾട്ടേഷൻ കൊടുക്കുന്നത്. എന്നിട്ട് പോലും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെൽഫിഷ് ആയിരുന്നോ? ആയിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ആയിരിക്കാം. കാരണം കുറേ കൂടെ എനിക്ക് ചെയ്യാമായിരുന്നു കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ. അതൊന്നും ഞാൻ ചെയ്തില്ല. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പരിണത ഫലങ്ങളുണ്ട്. അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതാണ് വ്യക്തി ജീവിതത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായത്. ഇതൊക്കെ കഴിഞ്ഞ് 2024 നാട്ടിൽ തിരിച്ചെത്തി. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ PR കിട്ടുന്നത് 2024 സെപ്റ്റംബറിലാണ്. അത് കിട്ടി എനിക്ക് തോന്നുന്നു വിതിൻ 2 വീക്സ് എനിക്കിവിടെ എത്തേണ്ട വന്നു.
പിന്നെ ഈ പറയുന്നത് പോലെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ ഈശ്വരൻ വിധിച്ചതോ അതിനനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ എൻ്റെ സൗകര്യത്തിന് എനിക്ക് പോകാൻ പറ്റത്തില്ല. താങ്കളിപ്പോൾ പറഞ്ഞല്ലോ വരുന്നത് യൂറോപ്പിൽ നിന്നാണ്, PR ഉണ്ട്. ഇതെല്ലാം എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിൽ താമസിക്കുന്നു? നിയോഗം. ഒറ്റ വാക്കി പറഞ്ഞാൽ അതേ ഉള്ളൂ. ഇപ്പം ഞാനൊരു 10-14 വർഷം മുമ്പ് ഇവിടുന്ന് പോകുന്ന സമയത്ത് മെയിൽ ഇവിടേക്ക് വരില്ല എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. കാര്യം അത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റ്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ വൺസ് നമ്മൾ അതിപ്പോൾ എബ്രോഡുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം, അവരൊക്കെ പോയവരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പലർക്കും പല റീസൺസ് ഉണ്ട്. എക്കണോമിക്കൽ കാണാം, ഫിനാൻഷ്യലി കാണാം, സോഷ്യൽ കാണാം, ഫാമിലി വൈസ് കാണാം. അപ്പോൾ എനിക്ക് ഇത്തരത്തിലെല്ലാം തന്നെയും ഉണ്ടായിരുന്നു. വൺസ് അഗെയിൻ ഞാൻ ആ സെയിം പോയിന്റ് തന്നെ, നമ്മളൊരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ജീവിതം എവിടെ ആയിരിക്കണം, എങ്ങനെയായിരിക്കണം, ഏത് ജോലിയായിരിക്കണം, ഏത് കർമ്മ മേഖലയായിരിക്കണം, കൂടെ ആരൊക്കെ കാണും, ഏതൊക്കെ സമയം വരെ ആരൊക്കെ കാണും, ഇതെല്ലാം എഴുതപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് തലവരേനെ തിരുത്താൻ സാധിക്കില്ല എന്നുള്ളത്. എന്നാൽ ആ നിശ്ചയങ്ങളിൽ കർമ്മങ്ങളുടെ ബന്ധനങ്ങൾ മുഖേന സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളുടെയും തിക്താനുഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളുടെ വ്യാപ്തി, അളവ്, അതിൻ്റെ ആഘാതം കുറയ്ക്കുവാനായിട്ട് സാധിക്കും, അല്ലാതെ തിരുത്താൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടുന്ന് പോയി, ഈശ്വരൻ എനിക്കെല്ലാം തന്നു, PhD അതും അവിടുത്തെ വിത്ത് ഫണ്ടിങ്ങിലെല്ലാം തന്നു. എൻ്റെ ആഗ്രഹം അവിടെ തന്നെ ജീവിച്ച് മരിച്ച് അവിടെ തന്നെ എന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതല്ല, ഒരു സ്റ്റേജ് വരെയാണ് ഞാൻ അവിടെ നിൽക്കേണ്ടത് എന്നുള്ളതും, മെറ്റീരിയലിസ്റ്റിക്കായിട്ട് എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നു. അതിനുശേഷം ബാക്കിയുള്ള എൻ്റെ കർമ്മം, ആ കർമ്മം ഞാൻ ചെയ്യേണ്ടത് ഇവിടെയാണ് എന്നുമുള്ളത് ഈശ്വര നിശ്ചയം. അതിനെ തിരുത്താനാണ് ഞാൻ നോക്കിയത്. തിരുത്താൻ നോക്കി ഞാൻ കഴിഞ്ഞ വർഷം പിന്നെയും തിരിച്ചുപോയി. തിരിച്ചു പോയിട്ട് വീണ്ടും എനിക്ക് വരേണ്ട വന്നു. അപ്പോൾ ഒരു കീപ്പ് ഓൺ ക്ലാഷിങ് ആണ്. ഈശ്വര നിശ്ചയം ഒന്നുണ്ട്, എൻ്റെ നിശ്ചയം ഒന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ സൗകര്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവിടുന്ന് ചെവി പിടിച്ചു കൊണ്ടുവന്ന് വീണ്ടും നമ്മളെ ഇവിടേക്ക് തന്നെ പ്ലാന്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആഘാതങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു നിയോഗത്തിനെ മറികടക്കുവാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഞാനിപ്പോൾ കൺവേർഷനായി ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്നു, പൂജ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അതുവരെ എന്നെ കണ്ട്, അതുവരെ തിറ്റി വർഗീസായിട്ട് അല്ലെങ്കിൽ സൈക്കിക് മീഡിയം തെരേസ എന്ന പേരിൽ അറിയപ്പെട്ട എന്നെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കൽക്കി എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അതൊന്നാമത്തെ ചലഞ്ച്. 2, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ സംബന്ധിച്ച്, അപ്പോൾ അതിപ്പോൾ എൻ്റെ പിതാവിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മാതാവിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും കസിൻസ് ആണെങ്കിലും ഒക്കെയും ആരും ഒന്നും എന്നോട് നേരിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ എന്നുള്ളൂ. എന്നാൽ എല്ലാവരുടെയും ഉള്ളിൽ എന്തുണ്ട്, ആ കൊച്ചു എന്ത് പരിപാടി കാണിച്ച്, എന്ത് കാര്യത്തിന് എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കും, അല്ലേ? ബന്ധുക്കളൊക്കെ അകന്നു പോകും. നമ്മൾ വീണ്ടും ഒറ്റപ്പെടലിൻ്റേതായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ. പക്ഷേ ഈ ഒറ്റപ്പെടൽ ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കുവാനായിട്ട് നമ്മൾക്ക് അത്രയും അധികം തന്നെയും സ്നേഹം നൽകുന്ന ആരെങ്കിലുമൊക്കെ നമ്മളെ ജീവിതത്തിലാണ്. അങ്ങനെ അതിനെ ഒരു ഈക്വിലിബ്രിയം സ്റ്റേജിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതാണ് ചെയ്യുന്നത്. അപ്പം രണ്ടുകൂടെ ബാലൻസ് ചെയ്ത് പോകുന്നു. അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉള്ളത് എൻ്റെ ഹെൽത്ത് വൈസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രായം തൊട്ട് ഒന്നാമത് ആസ്മറ്റിക്കാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റെറോയിഡ് എടുത്തെടുത്ത് നല്ല ബോഡി വെയിറ്റ് എപ്പോഴും കൂടുതലായിരുന്നു. അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ താമസിച്ച ഒരു പൈൻ ഗാർഡൻ്റെ നടക്കുള്ള ഒരു വീട്ടിലൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനത്തെ ആസ്മറ്റിക് ഇഷ്യൂസ്, ആസ്മാറ്റാക്ക് ഒന്നും എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പൊല്യൂഷൻ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം ഒരുപക്ഷെ ഒരു മാസത്തിൽ 2 or 3 തവണയൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊരു നല്ല പാടാണ്. കാരണം അത് നമ്മുടെ ഇവിടുത്തെ പൊല്യൂഷൻ്റെ ഒരു വിഷയം കൊണ്ടാണ്. അവിടെ അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഇല്ലായിരുന്നു. എയർ ക്വാളിറ്റി ഒക്കെ വളരെ നല്ലതായിരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. മെഡിസിൻ ഓഫ് കോഴ്സ് അറ്റ് ദ സെയിം ടൈം കഴിയുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടി ആ ഡയലോഗ് പറഞ്ഞു. ഞാനിങ്ങനെ വെച്ചു. ഒന്നുകൂടി ആ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒബ്വിയസ്ലി നമ്മളിവിടെ ആണല്ലോ ജനിച്ചു വളർന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിനെ പറ്റിയൊക്കെ നമുക്കൊരു അവയർനെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു.